സ്വാമി സാറിന്റെ ആദ്യത്തെ പടത്തിൽ തന്നെ ധ്യാനിനെ അങ്ങ് അഭിനയിപ്പിച്ചപ്പോഴത്തേക്കും ധ്യാനിന്റെ താരമൂല്യം ഉയർന്നതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? തീർച്ചയായിട്ടും. ഞാൻ സ്വാമി സാറിനെ എല്ലാ വർഷത്തിലും ഈ പറഞ്ഞ 3-4 വട്ടം വിളിച്ച് സാർ എനിക്കൊരു അവസരം തരണം, എനിക്കൊരു അവസരം തരണം എന്നൊക്കെ ചോദിച്ചു. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും വിളിച്ചു ചോദിച്ചു. അപ്പോഴും സാറ് ഓക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത സ്വാമി സാർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇവൻ നായകൻ. ഒരു ബ്രാൻഡാണ് എസ് എൻ സ്വാമി സാർ. മമ്മൂക്കയെ ലാലേട്ടൻ, ഞങ്ങൾ വെച്ച് മമ്മൂക്കയെ ലാലേട്ടനൊക്കെ ആയിരിക്കുന്നത്. ഞാൻ എടാ എവിടെ ചെന്നാലും ഇവൻ തന്നെ. എനിക്ക് തോന്നി ആ സത്യമായിട്ട് സ്വാമി സാറിന് എന്ത് പറ്റിയെന്നുള്ളതല്ല, അത് പറഞ്ഞു വന്നപ്പോ അങ്ങനെയല്ല, സ്വാമി സാറിന് എന്ത് പറ്റിയെന്നല്ല അല്ല അങ്ങനെയല്ല, സ്വാമി സാറിന് ഇത് എന്ത് പറ്റി? കാരണം പുള്ളി വലിയ വലിയ സ്റ്റാർസിനോ ചെയ്യുന്ന ഒരു അപ്കമിങ് ആക്ടർ. നീ കിടിലോടാ.